ഹലോ, സേ ചിയേഴ്സ്. ഇന്ന് ഞാൻ പുട്ടും കടലക്കറിയും ഉണ്ടാക്കാൻ പോണത്. കടലക്കറി ഉണ്ടാക്കാൻ ഞാൻ ബ്രൗൺ കടലയാണ് ഉപയോഗിക്കുന്നത്. കടല നമ്മൾ നന്നായി കഴുകിയിട്ട് 7-8 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തി വെക്കണം. ഞാനിവിടെ 3/4 ഗ്ലാസ് കടല എടുത്തിട്ടുണ്ട്. അതിന് 1/2 ടീസ്പൂൺ ഉപ്പും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 2 പച്ചമുളക് കീറിയതും ഇട്ടിട്ട് പ്രഷർ കുക്കറിൽ നന്നായിട്ട് വേവിച്ചെടുക്കണം. ഇനി നമ്മൾ കടലക്കറിക്ക് വറുത്തരയ്ക്കാനുള്ള എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു പാന് ചൂടാക്കിയിട്ട് അതിൽ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ആകുമ്പോൾ നമുക്ക് നാടൻ സ്വാദ് കിട്ടും. അല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും കുക്കിംഗ് ഓയിൽ ഒഴിച്ചു കൊടുക്കുക വേണമെങ്കിൽ. അതിലേക്ക് നമ്മൾ 5-6 കഷ്ണം വെളുത്തുള്ളി, ഒരു ഇഞ്ച് ഇഞ്ചി ചെറുതായി മുറിച്ചത്, ഒരു 6 ചെറിയ ഉള്ളി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. ചെറിയ ഉള്ളി ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് സാധാ ഉള്ളി എടുത്താൽ മതി. അതിൻ്റെ ഒരു പകുതി ചേർത്ത് കൊടുത്താൽ മതി. ഇതൊന്ന് ചെറുതായിട്ട് വതങ്ങിയ ശേഷം നമ്മൾ 1 ടീസ്പൂൺ നല്ല മുളക് പൊടി ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ ലേശം കൂടുതൽ എടുക്കുന്നുണ്ട്. എരിവ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇടാം. 2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കണം. തീ ഒന്ന് നന്നായി ചെറുതാക്കിയിട്ട് വേണം ഈ പൊടികൾ ഇട്ട് കൊടുക്കാൻ. അതെപ്പോൾ പൊടികൾ ഇടുമ്പോഴും നമ്മൾ തീ ചെറുതാക്കിയിട്ട് വേണം ഇട്ട് കൊടുക്കാൻ, അല്ലെങ്കിൽ അത് കരിഞ്ഞു പോകും. പൊടികളുടെ പച്ചമണം ഒന്ന് മാറിയാൽ നമ്മൾ കുറച്ച് കറിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുത്തിട്ട് അതിനെ ഒന്നും കൂടെ വതക്കിയെടുക്കുക. എന്നിട്ട് നമ്മൾ നല്ലോണം 1 കപ്പ് നിറച്ച് തേങ്ങ ഇട്ടിട്ട് അതിനെയും ഒന്ന് നന്നായിട്ടൊന്ന് കുറച്ച് നേരം വഴറ്റുക. തേങ്ങ നമുക്ക് മീഡിയം ഫ്ലെയിമിൽ 2 മിനിറ്റ് വഴറ്റിയെടുത്താൽ മതി. എന്നിട്ട് അത് ആറുമ്പോൾ നമ്മൾ മിക്സി ജാറിലിട്ടിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കുക. ഇതൊക്കെ കണ്ടില്ലേ, ഇതുപോലെ അരച്ചെടുക്കണം. ഇനി നമ്മളൊരു പാൻ ചൂടാക്കിയിട്ട് ആ വേവിച്ച് വെച്ച കടല അതിലേക്ക് ഒഴിക്കുക. എന്നിട്ട് അതിലേക്ക് നമ്മൾ ഈ അരച്ച് വെച്ച പേസ്റ്റിനെ ചേർത്തണം. എന്നിട്ട് നമ്മൾ ആ മിക്സി ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതിനെ ഒന്ന് കുലുക്കിയിട്ട് ആ വെള്ളത്തിന് ഇതിൽ ഒഴിച്ചു കൊടുക്കുക. ഇനി ഉപ്പ് പാകമാണോ നോക്കിയിട്ട് പോരാന്നുണ്ടെങ്കിൽ കുറച്ച് ചേർത്ത് കൊടുത്തിട്ട് ആ കൂട്ടാനെ നമ്മളൊന്ന് തിളപ്പിക്കണം. അടച്ച് വെച്ച് വേവിക്കേണ്ട ആവശ്യമില്ല കേട്ടുള്ളൂ. എന്താ വെച്ചാൽ കടല ഏതായാലും കുക്ക് ചെയ്തത് തന്നെയല്ലേ. ഇനി ഈ മസാലയുടെ പച്ചമണം ഒന്ന് മാറാൻ വേണ്ടിയിട്ട് ഒരു 10-12 മിനിറ്റ് ഒരു മീഡിയം ഫ്ലെയിമിൽ അതിനെ തിളപ്പിക്കുക, അത്രേ വേണ്ടു. ഈ മസാലയുടെ പച്ചമണം മാറുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനി കടുക് വറുക്കാനായിട്ട് ഒരു പാൻ എടുത്തിട്ട് അതിൽ 2-3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ ഉപയോഗിക്കുന്നത്. എണ്ണ ചൂടാകുമ്പോൾ നമ്മൾ അതിൽ 1 ടീസ്പൂൺ കടുക് ഇടണം. ഞാനിതൊന്ന് അടച്ച് വെക്കുകയാണ്. എന്താ വെച്ചാൽ ഇവിടെ കടുക് പൊട്ടി 4 പുറം തെറിക്കാറുണ്ട്. അതുകൊണ്ട് കടുക് പൊട്ടിയ ശേഷം 3-4 ചെറിയ ഉള്ളി വട്ടത്തിൽ അരിഞ്ഞതിനെ ചേർത്ത് കൊടുക്കുക. ഇനി ഈ ചെറിയ ഉള്ളി ഒന്ന് വതക്കിയെടുക്കുക. ഉള്ളി ഒന്ന് ചെറുതായി വതങ്ങിയ ശേഷം അതിലേക്ക് കുറച്ച് കറിവേപ്പിൻ്റെ ഇല ഇട്ടിട്ട് അതൊന്ന് ചെറുതായിട്ട് ഇളക്കി കൊടുത്തിട്ട് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഇതിനെ നമ്മൾ കടലക്കറിയിലേക്ക് ഒഴിക്കുക. കടുക് വറുത്തിട്ട ശേഷം ഒന്ന് ചെറുതായിട്ട് ഇളക്കി കൊടുത്തോളൂ. ഇനി മുകളിൽ നമ്മൾ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. ഇത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ ചെയ്താൽ മതി. ചെയ്താൽ കുറച്ചുകൂടെ സ്വാദുണ്ടാവും. ഇനി കടലക്കറി അടച്ച് വെച്ചിട്ട് നമുക്ക് പുട്ടുണ്ടാക്കണം എങ്ങനെയാണെന്ന് നോക്കാം. പുട്ടുണ്ടാക്കാൻ നമ്മൾ പുട്ടുകുറ്റി എടുത്തിട്ട് അതിൽ വെള്ളം നിറച്ചിട്ട് തിളപ്പിക്കാനായിട്ട് അടുപ്പിൽ വെക്കുക. ഒരു പാത്രം എടുത്തിട്ട് നമ്മൾ അതിൽ പുട്ടുപൊടി ചേർത്ത് കൊടുക്കുക. ഞാൻ 1.25 കപ്പ് പുട്ടുപൊടിയാണ് എടുക്കുന്നത് ഇവിടെ. ഞാനിവിടെ വീട്ടിൽ പൊടിച്ച പുട്ടുപൊടിയാണ് എടുത്തിരിക്കുന്നത്. വീട്ടിൽ പുട്ടുപൊടി പൊടിക്കുന്നതിൻ്റെ വീഡിയോ ഇനിയൊരു ദിവസം ഞാൻ ഇടാം. ഈ പൊടിയിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. എന്നിട്ടൊന്ന് മിക്സ് ചെയ്യുക കൈകൊണ്ട്. ഇനി നമ്മൾ കുറേശ്ശെ വെള്ളം ചേർത്തിട്ട് ഈ പുട്ടുപൊടി ഒന്ന് കുഴച്ചെടുക്കുക. നമ്മൾ കുഴച്ചിട്ട് ഇതുപോലെ കൈ കൊണ്ടൊന്ന് പിടിച്ച് നോക്കുമ്പോൾ ഒരു കട്ട പോലെ വന്നാൽ അതിനെ തൊടുമ്പോഴേക്കും അതിങ്ങനെ ഉടഞ്ഞു പോകണം. അതാണ് അതിൻ്റെ പാകം. ഇനി നമ്മൾ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാൻ പാടില്ല. ഈ പുട്ടുകുറ്റിയിൽ ആദ്യം നമ്മൾ ചില്ലിടുക. ചില്ലിൻ്റെ മുകളിലാണ് നമ്മൾ തേങ്ങ ഇടുന്നത്. തേങ്ങ 1-2 സ്പൂണ് നമ്മുടെ ഇഷ്ടമനുസരിച്ചിട്ട് ഇടാം.
ആ തേങ്ങയുടെ മുകളിൽ നമ്മൾ അരിപ്പൊടി ഇട്ട് കൊടുക്കണം. 3-4 സ്പൂണ്. നമുക്ക് എത്ര വലിയ പുട്ട് വേണോ അതനുസരിച്ച് ഇട്ട് കൊടുക്കണം. അതിൻ്റെ മുകളിൽ നമ്മൾ തേങ്ങ ഇട്ട് കൊടുക്കണം. വീണ്ടും നമ്മൾ ആ അരിപ്പൊടി ഇട്ട് കൊടുക്കണം. ഇനി കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കണം. ഏറ്റവും അടിയിലും ഏറ്റവും മുകളിലും തേങ്ങയായിരിക്കണം. അതിൻ്റെ ഇടയിൽ നമ്മൾ അരിപ്പൊടിയും തേങ്ങയും മാറി മാറി ഇട്ട് കൊടുക്കുക. ഇനി ഇത് അടച്ചിട്ട് നമ്മൾ ആ തിളപ്പിക്കാൻ വെച്ച വെള്ളമില്ലേ അതിൻ്റെ മുകളിൽ അതിനെ ഒന്ന് വെച്ച് കൊടുക്കുക. ഒരു 10 മിനിറ്റ് അതങ്ങനെ ഇരിക്കട്ടെ. അതിൻ്റെ മുകളിൽ കൂടെ ഇങ്ങനെ ആവി പറക്കണ കാണാം. അതുപോലെ ആവി മുകളിൽ കൂടെ പറക്കണ കാണാം. ഒരു 10 മിനിറ്റ് ഒരു മീഡിയം ഫ്ലെയിമിൽ അതിനെ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ കൂടെ ആവി പറന്നു കഴിഞ്ഞാൽ നമുക്ക് അതിനെ വാങ്ങാം. പുട്ടായി കഴിയുമ്പോൾ നമുക്ക് ഈ പുട്ടുകുറ്റിയുടെ കൂടെ കിട്ടിയ ഒരു കോലുണ്ടാകും. ആ കോലുകൊണ്ട് അതിൻ്റെ പിന്നിലുള്ളൊരു ഹോളിൽ ഇങ്ങനെ കുത്തിയിട്ട് ആ പുട്ടിനെ വെളിയിലെടുക്കണം. അപ്പോൾ ഇതുപോലെ അത് പുറത്ത് വരും. ഞാൻ വീട്ടിലുണ്ടാക്കി ഈ പുട്ടുപൊടി കൊണ്ട് പുട്ടുണ്ടാക്കിയാൽ അത് ആറിയാലും ഡ്രൈ ആവണില്ല. പുട്ട് നല്ല സോഫ്റ്റായിട്ട് തന്നെ ഉണ്ടാവും. നമ്മുടെ പാത്രത്തിലെ ബാക്കി മാവുണ്ടല്ലോ അത് ചിലപ്പോൾ ഡ്രൈ ആകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതിൽ നമ്മൾ ചെറുതായിട്ട് വെള്ളം ഒന്ന് തെളിച്ച് കൊടുത്തിട്ട് ഒന്ന് നനച്ചെടുത്താൽ മതി. എന്നിട്ട് അടുത്ത റൗണ്ട് പുട്ടുണ്ടാക്കുക. അപ്പോൾ അത് സോഫ്റ്റായിട്ട് കിട്ടും. തേങ്ങയുടെ അളവ് നമ്മുടെ ആവശ്യം അനുസരിച്ച് കൂട്ടും കുറയ്ക്കുകയൊക്കെ ചെയ്യാട്ടുള്ളൂ. പുട്ടുപൊടി നമുക്ക് എത്ര വലിയ പുട്ട് വേണോ അത്രയും കൂടുതൽ പുട്ടുപൊടി ഇട്ട് കൊടുക്കുക. പക്ഷെ എന്താ അറിയോ, നമ്മൾ ഒരുപാട് വലിയ പുട്ടുണ്ടാക്കിയാൽ നമുക്ക് ഒരു പുട്ട് മുഴുവനായിട്ട് കഴിക്കാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ ചെറിയ ചെറിയ പുട്ടുണ്ടാക്കണല്ലേ നല്ലത്. ഞാനങ്ങനെയാണ്, ഒരുപാട് വലിയ പുട്ടൊന്നും ഉണ്ടാക്കാറില്ല. അതുപോലെ തേങ്ങ ഫ്രഷായി ചിരകണതാണ് നല്ലത്. ഫ്രീസറിൽ വെച്ച തേങ്ങയെക്കാട്ടിലും ആ ഫ്രഷായി ചിരകുമ്പോൾ അതിന് കുറച്ചുകൂടെ സ്വാദ് കൂടും. ഇപ്പം നമ്മുടെ രണ്ടാമത്തെ റൗണ്ട് പുട്ടും റെഡിയായി. ഇനി നമുക്ക് കടലക്കറിയുടെ കൂടെ പുട്ടിനെ സെർവ് ചെയ്യാം. പുട്ടും കടലക്കറിയും നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യൂട്ടുള്ളൂ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന്. താങ്ക് യു. ബൈ ബൈ.